നമ്മുടെ എല്ലാ കൂട്ടുകാരെയും ജെഫോർ ടിപ്സിൻ്റെ നല്ലൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാലുണ്ടല്ലോ, അതായത് ഈ ഒരു ടൈമിൽ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട നല്ലൊരു വീഡിയോ ആണ്. അപ്പോൾ എന്താണെന്ന് നമുക്ക് കാണാമല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിച്ചു തരുന്നത് എന്താണെന്നറിയാമോ? അതായത് നമ്മളെല്ലാവരും നമ്മുടെ വീടിൻ്റെ ചുറ്റുമൊക്കെ ആയിട്ട് കുറേ ചെടികൾ വളർത്തുന്നവരായിരിക്കും അല്ലേ. അപ്പോൾ ചെടികൾ ഇഷ്ടപ്പെടുന്നവരെന്തായാലും ചെടികൾ വളർത്തും. അപ്പോൾ ഈ ചെടികൾ വളർത്തുന്ന സമയത്ത് നമുക്ക് ഈ ചെടികളിങ്ങനെ തിങ്ങി നിൽക്കുമ്പോൾ അവിടെ പാമ്പ് വരുമെന്ന് എല്ലാവർക്കും ഒരു പേടിയുണ്ട്. അപ്പോൾ എന്നോട് എന്താ പറയുക, പലരും നമ്മുടെ വീഡിയോ കണ്ടിട്ട് ചോദിക്കാറുണ്ട്, ഇങ്ങനെ വീടിനോട് ചേർത്തിട്ട് ഇങ്ങനെ ചെടികൾ വെച്ചിട്ടുണ്ടെങ്കിൽ പാമ്പ് വരൂലെന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ളൊരു പരിഹാരമാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലാകും, നമ്മൾ എന്ത് ചെടികൾ വെച്ചാലും ഇങ്ങനെ കൂടുതലും ഒരേ ചെടികൾ ഞാനിങ്ങനെ ഒന്നിച്ച് വെക്കുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ വീടിനോട് ചേർത്തൊക്കെ ഒത്തിരി ചെടികളായിട്ട് വെക്കും. പക്ഷേ ഇതുപോലെ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ കേട്ടോ എല്ലാവരും കുറേ പേര് പറയാറുണ്ട്, അയ്യോ എനിക്കിത് കാണുമ്പോൾ പേടിയാവുകയാണ്, ഇതിൻ്റെ ഇടയ്ക്കൂടെ പാമ്പ് വന്നിരിക്കില്ലേ എന്ന്. അപ്പം ഞാനിവിടെ ചെടി വളർത്താൻ തുടങ്ങിയത്തോളം കാലം മുതൽ ഇങ്ങനത്തെ ഒരു അനുഭവം എനിക്കങ്ങനെ ഉണ്ടായിട്ടില്ല കേട്ടോ. അങ്ങനെ പാമ്പിൻ്റെ ഒരു ശല്യങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെ പാമ്പിങ്ങനെ അഴിഞ്ഞുകൂടാ അങ്ങനെ ഞാൻ നമ്മുടെ ചെടികളുടെ ഈ ഒരു പരിസരത്ത് കണ്ടിട്ടില്ല. അപ്പോൾ അത് കാണാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത് നമ്മുടെ വീടിൻ്റെ ചുറ്റുമാകുമ്പം എപ്പോഴും നമ്മുടെ അതായത് ഒരു കാലൊച്ച ഉണ്ടല്ലോ, അപ്പോൾ അതിങ്ങനെ നമ്മൾ നടക്കുമ്പോൾ എടുക്കുമ്പോഴൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ നമ്മുടെ ആ ഒരു സ്പന്ദനം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു ഇതുള്ളപ്പം പാമ്പ് വരാൻ സാധ്യത വളരെ കുറവാണ്. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഇതിനൊരു ടിപ്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മളൊരു ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ആഴ്ചയിൽ നോക്കിയിട്ട് നമ്മൾ ഇത് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പം അതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇനി നമ്മുടെ ചെടികൾക്കെന്നല്ല കേട്ടോ, നമ്മുടെ ചെടീൻ്റെ പാമ്പൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പരിസരങ്ങളിൽ നമുക്ക് എന്താണ് ചെയ്തു കൊടുക്കേണ്ടതെന്ന് കാണാവേ. അപ്പോൾ അതൊന്ന് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ നമ്മുടെ മണ്ണെണ്ണയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മണ്ണെണ്ണ നമ്മൾ ഇതുപോലെ ഇങ്ങനെ കുപ്പിയിലേക്ക് എടുക്കുവാണ്. പണ്ടൊക്കെ നമുക്ക് കിട്ടുന്ന മണ്ണെണ്ണേൻ്റെ കളറുണ്ടല്ലോ, നീല കളറാണ്. ഇപ്പം നമ്മുടെ മണ്ണെണ്ണയ്ക്ക് കണ്ടോ വെള്ള കളറിലാണ് കേട്ടോ നമ്മുടെ മണ്ണെണ്ണയൊക്കെ കിട്ടാറുള്ളത്. അപ്പോൾ ഈ കുപ്പിയിൽ ഞാൻ ഇത്രയും മണ്ണെണ്ണ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഏകദേശം ഫുള്ളായിട്ടും കുറച്ച് നമ്മുടെ പച്ചവെള്ളം ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ ഈ കുപ്പിയിൽ ഒഴിച്ച് ഇതുണ്ടല്ലോ, ഈ വെള്ളവും ഈ മണ്ണെണ്ണയായിട്ട് നല്ലോണം നമുക്കൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ചെടികൾ ഇതുപോലെ ഇരിക്കുന്നതാണ്. ഇങ്ങനെ ഓരോ ചട്ടികൾ നമ്മളിങ്ങനെ അടുക്കിയടുക്കി വെച്ചേക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഗ്യാപ്പ് നോക്കിയിട്ടുണ്ടല്ലോ, ഈ ഇടയ്ക്കൂടെ നമ്മളിങ്ങനെ ഈ മണ്ണെണ്ണ ഇങ്ങനെ ഒന്ന് ചെടികളിലാകരുത് കേട്ടോ, ചെടികളിലായിട്ട് ചെടി നാശമായി പോകും. അപ്പോൾ എല്ലാ ഭാഗത്തും ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. നോക്കിയിട്ട് ഇങ്ങനെ എല്ലാ സ്ഥലത്തൂടെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണേ. നമ്മുടെ ഇവിടുത്തെ ഈ ഒരു വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഇതിനൊക്കെ ഇവിടെ ഇങ്ങനെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സത്യത്തിൽ ഇവിടേക്ക് ഇരിക്കുന്ന സമയത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ പാമ്പുണ്ടാവും എന്നൊക്കെ ഒരു പേടിയുണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഞാനിങ്ങനെ ഈ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഇതുപോലെ ഇങ്ങനെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ചുണ്ടല്ലോ നമ്മുടെ വീടിനോട് ചേർന്ന് നമുക്ക് ഈ ഇലച്ചെടികൾ വെക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ശരിക്കും നോട്ടം കിട്ടില്ല കേട്ടോ. ഇതിങ്ങനെ വല്ലാണ്ട് നല്ല തിക്കായിട്ടല്ലേ ഇലച്ചെടികൾ ഉണ്ടായി നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ വരുന്ന ഈ ഒരു സ്ഥലങ്ങളിൽ, അതായത് ഈ ഗ്യാപ്പ് നോക്കിയിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോണ്ടല്ലോ നമ്മൾ പാമ്പെന്ന ഒരു ജീവിയെ നമ്മൾ പേടിക്കുകയേ വേണ്ട. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ മണ്ണെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ ആ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ, ഈ പാമ്പുകളുടെ ദേഹത്ത് ഈ മണ്ണെണ്ണ പറ്റിയിട്ടുണ്ടെങ്കിൽ പാമ്പുകൾക്ക് പെട്ടെന്ന് പൊള്ളൽ വരും. അപ്പോൾ ആ പാമ്പിന് അത് സഹിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ മണ്ണെണ്ണ കൊടുക്കുന്നത്. അപ്പോൾ ഈ മണ്ണെണ്ണ ഡയറക്റ്റ് നമ്മൾ പാമ്പിൻ്റെ ദേഹത്ത് വീണാൽ തന്നെ അതിങ്ങനെ എന്താ പറയുക ഒരു പൊളഞ്ഞ് കളിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത്രയും ഡേഞ്ചറാണ് ഈ മണ്ണെണ്ണ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ മണ്ണെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഈ ഒരു അറിവ് അറിയാത്തവരാണെങ്കിൽ ഈ രീതിയിൽ നമ്മൾ ചെയ്താൽ മതി കേട്ടോ. ആർക്കും ഇങ്ങനെ ചെടികൾ വെച്ചാലും നമുക്ക് ഈ പാമ്പെന്നൊരു ജീവിനെ പേടിക്കണ്ട. നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാവരും ഉണ്ടല്ലോ, എല്ലാ കൂട്ടുകാരുടെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്ക് അത്രയും പ്രാധാന്യമുള്ളൊരു വീഡിയോ ആണ്. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ ഈ ചെടികളെ വളർത്തുന്നവർ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടല്ലോ, നമ്മുടെ വീടും പരിസരമൊക്കെ നമ്മളെപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്നും നമ്മൾ ചെടികളിലൂടെ നടക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്യുമ്പം പാമ്പ് അങ്ങനെ വരികയില്ല കേട്ടോ. കൂടാതെ നമ്മളിങ്ങനെ ചെടി നട്ടുവെച്ചു, ആ ഭാഗത്ത് കാട് കയറി ഇങ്ങനെ എന്താ പറയുക അങ്ങോട്ട് നമുക്ക് കടക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ നിൽക്കുമ്പം സ്വാഭാവികമായിട്ടും
പാമ്പ് വരും. അങ്ങനെ വരുമ്പോൾ എന്താ പറയുക, ഓരോ സാധനങ്ങൾ ഇങ്ങനെ കുമിഞ്ഞു കൂടി കിടക്കുമ്പോൾ അവിടെ എലികൾ വരും. അപ്പോൾ എലീനെ പിടിക്കാനായിട്ടാണ് ഈ പാമ്പ് വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ വീട്ടിനോട് ചേർന്ന് പാമ്പൊക്കെ വരുന്നത്. അപ്പോൾ അതൊന്നും ഇല്ലാതെ എല്ലാവരും വീടും പരിസരവും കൂടെ നല്ല ഭംഗിയായിട്ട് നമ്മളൊന്ന് വൃത്തിയാക്കി ഇടുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെയൊന്നും വരില്ല കേട്ടോ. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാ കൂട്ടുകാരും നമ്മുടെ വീഡിയോ ഒക്കെ കാണുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് തരാനായിട്ട് മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഇടുന്ന നമ്മുടെ വീഡിയോയ്ക്കൊക്കെ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ഇടൽ കുറവാണെന്നാണ് തോന്നുന്നത്. എന്താ വെച്ചാൽ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളാണ് കേട്ടോ നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ഇടാനുള്ളൊരു പ്രചോദനമൊക്കെ. അപ്പോൾ ഇനി നമുക്ക് നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം.